ഹായ് കൂട്ടുകാരെ, 2024 സോഷ്യോളജി തുല്യതയുടെ സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് നമുക്കൊന്ന് നോക്കാം. അപ്പം ഡയറക്റ്റ്ലി വീഡിയോയിലോട്ട് പോവാം. കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 9 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഒരു സ്കോർ വീതം. 1. സമൂഹശാസ്ത്ര സങ്കല്പം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? എ. സി റൈറ്റ് മിൽസ്, ബി. കാൾ മാക്സ്, സി. മാക്സ് വെബർ, ഡി. എമൈൽ ദുർക്കീം. ആൻസർ വരുന്നത് സി റൈറ്റ് മിൽസ് ആണ്, അതായത് എ ആണ്. നെക്സ്റ്റ് നോക്കാം. ഒരേ പ്രായത്തിലുള്ള ഒരു സംഘം ആളുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ സമസംഘം, പ്രാഥമിക സംഘം, ദ്വിതീയ സംഘം, സ്വസംഘം. ആൻസർ വരുന്നത് സമസംഘമാണ്. നെക്സ്റ്റ് മൂന്നാമത്തേതാണ്. താഴെ പറയുന്നവരിൽ സംഘടനവാദ വീക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? മാക്സ് വെബർ, കാൾ മാക്സ്, ലോയിസ് ഡുമണ്ട്, GS കുര്യൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് ലോയിസ് ഡുമണ്ട് ആണ്. അടുത്തത് നാലാമത്തേതാണ്. വിവാഹത്തിലൂടെയോ രക്തബന്ധത്തിലൂടെയോ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെയാണ് ഡാഷ് എന്ന് പറയുന്നത്. എ. സംസ്കാരം, ബി. പദവി, സി. ബന്ധുത്വം, ഡി. പങ്ക്. ആൻസർ വരുന്നത് സി. ബന്ധുത്വമാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? എ. MN ശ്രീനിവാസ്, ബി. കാൾ മാക്സ്, സി. DP മുഖർജി, ഡി. GS കുര്യൻ. ആൻസർ വരുന്നത് GS കുര്യയാണ്. അതായത് ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകനും ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റിയുടെ ഫാദർ എന്നറിയപ്പെടുന്നതും GS കുര്യൻ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് സമൂഹത്തിലെ ഗ്രൂപ്പുകൾക്കിടയിലുള്ള ഘടനാപരമായ അസമത്വമാണ് ഡാഷ്. എ. സാമൂഹ്യ വസ്തുത, ബി. സാമൂഹ്യ ഘടന, സി. സാമൂഹ്യ ശ്രേണീകരണം, ഡി. സാമൂഹ്യ പെരുമാറ്റം. ആൻസർ വരുന്നത് സി ആണ്, സാമൂഹ്യ ശ്രേണീകരണം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഗവേഷണത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഒന്നിലധികം രീതികൾ ഉപയോഗിക്കുന്നതിനെ ഡാഷ് എന്നറിയപ്പെടുന്നു. ആൻസർ അതിൽ വരുന്നത് ത്രികോണമാപനം, സ്വയം പ്രതിപദനം, പ്രമാണവൽക്കരണം, സാമ്പിൾ. ആൻസർ വരുന്നത് ത്രികോണമാപനമാണ്. എട്ടാമത്തേത്. വംശീയ കേന്ദ്രോമുഖതയ്ക്ക് വിപരീതമാണ് ഡാഷ്. വർഗീയത, വ്യവസായവൽക്കരണം, സാർവജനീനത, ഭൗതിക സംസ്കാരം. ആൻസർ വരുന്നത് വർഗീയതയാണ്. 9. ഭൗതിക സംസ്കാരത്തെ അപേക്ഷിച്ച് ഭൗതികേതര സംസ്കാരം പിന്നോക്കം പോകുന്ന അവസ്ഥയാണ് ഡാഷ്. എ. സാംസ്കാരിക ചലനമാന്ദ്യം, ബി. ഉപസംസ്കാരം, സി. വഴക്കങ്ങൾ, ഡി. നിയമം. ആൻസർ വരുന്നത് സാംസ്കാരിക ചലനമാന്ദ്യം എ ആണ്. അടുത്തത് 10. ചാർട്ട് പൂർത്തിയാക്കുക. സഹകരണത്തിൻ്റെ തരങ്ങളാണ്. 1. സ്വമേധയാ സഹകരണം, 2. നിർബന്ധിത സഹകരണമാണ്. അടുത്തത് 11 മുതൽ 15 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. 2 സ്കോർ വീതം. സാമൂഹിക സംഘത്തിൻ്റെ 2 സവിശേഷതകൾ എഴുതുക. അടുത്തത് അന്യവൽക്കരണം എന്നാൽ എന്ത്? സമൂഹശാസ്ത്ര ഗവേഷണത്തിൽ സ്വയം പ്രതിപദനത്തിന് 2 പ്രാധാന്യം എഴുതുക. ഇതിൽ 13ാമത്തേതിൻ്റെ ആൻസർ വരുന്നത് 1. സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താൻ, 2. പ്രത്യാഖ്യാത പഠനങ്ങൾ. അടുത്തത് 14ാമത്തേത്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് 2 ഉദാഹരണങ്ങൾ നൽകുക. 1. ഫാക്ടറിയിലെ വിഷപ്പുക, 2. സുനാമി. 15ാമത്തേത് ചാർട്ട് പൂർത്തീകരിക്കുക എന്നാണ്. അത് വരുന്നത് സംസ്കാരത്തിൻ്റെ മാനങ്ങൾ, ജ്ഞാനാത്മകം, നൈതികം, ഭൗതികം. 16 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിൽ വരുന്നത് ആരോപിത പദവിയും ആർജിത പദവിയും അനുയോജ്യമായ ഉദാഹരണങ്ങൾ വിശദമാക്കുക. അതിലിപ്പം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആരോപിത പദവി. ഒരു വ്യക്തിക്ക് ജനനം കൊണ്ട് ലഭ്യമാകാവുന്ന സാമൂഹിക സ്ഥാനത്തെയാണ് ആരോപിത പദവി എന്ന് പറയുന്നത്. ഉദാഹരണം പ്രായം, ജാതി, ലിംഗം, വംശം, ബന്ധുത്വം. ആർജിത പദവി. ഒരു വ്യക്തി ഇച്ഛാനുസരണം നേടിയെടുക്കുന്ന സാമൂഹിക സ്ഥാനത്തെയാണ് ആർജിത പദവി എന്ന് പറയുന്നത്. ഉദാഹരണം കഴിവ്, നേട്ടങ്ങൾ, തിരഞ്ഞെടുക്കൽ എന്നിവയാണ്. അപ്പം ഇത്രയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവരും